ഒരു വലിയ ഹോട്ടലിലേക്ക് പെട്ടെന്ന് കുറേ കള്ളന്മാർ കയറി വന്നിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളോടൊക്കെ മോശമായിട്ട് പെരുമാറുകയും ഓണറിനോട് പൈസ ചോദിക്കുന്നു. എന്നാൽ ഓണറാണെങ്കിൽ അമ്മമാരെ വെടിവെച്ചിട്ടിട്ട് ഈ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആരാണ് അമ്മമാരെ പറഞ്ഞു വിട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ 2017 റിലീസ് ചെയ്ത ഫ്രണ്ട്ലി ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള നാസിയോനെയാണ്. അവനാണെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ഓണറായിരുന്നു. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് റെപ്യൂട്ടേഷന് വേണ്ടി ഏതൊരു അറ്റം വരെയും പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ അവനാണെങ്കിൽ എംപ്ലോയീസിനെ കൊണ്ട് എക്സ്ട്രാ ഹവറൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ എംപ്ലോയീസ് എപ്പോഴും ടയർഡായിട്ടൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവരാണെങ്കിൽ കസ്റ്റമേഴ്സിന് മുമ്പിൽ നല്ല ക്ലീൻ ആയിട്ട് വരുത്തുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇതിലെ നായകമായിട്ടുള്ള സാറേനെ കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു പ്രൊഫഷണൽ വെയിറ്റേഴ്സ് ആയിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവളാണെങ്കിൽ കമ്പനിക്ക് വേണ്ടി വളരെ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം കൂടെ ആയിരുന്നു. അങ്ങനെ സാറയുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് അവൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇനാൻസിയോ എന്ന് പറയുന്നത് പുതിയ 2 കസ്റ്റമേഴ്സും കൂടെ വന്നിട്ടുണ്ടെന്ന്. അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇവരങ്ങോട്ട് പോകും. അതെന്ന് പറഞ്ഞാൽ 2 കപ്പിൾസ് ആയിരുന്നു. ആ ഗസ്റ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന വെറോണിക്കയാണെങ്കിൽ സാറയുമായിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കും. അന്നേരമാണ് ഇനാൻസിയോ ചെറിയാണെങ്കിൽ വെറോണിക്കയുടെ ഫുഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്. ഇതേ സമയം നമ്മളെ ഷെഫായിട്ടുള്ള ആൾക്കാരെല്ലാം കാണിക്കും. അവരെല്ലാം പണിയെടുത്ത് ശരിക്കും അടുത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇനാൻസിയോ ആണെങ്കിൽ ബാത്റൂമിലേക്ക് പോയിട്ട് അവരോട് അടുത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റി റിഹേഴ്സലൊക്കെ എടുക്കും. പിന്നീട് ഫാറ്റിനൊക്കെ വിളിച്ച ശേഷം നേരെ അടുക്കളയിലേക്ക് ചെല്ലും. അവിടുത്തെ പേയ് ചിഫിനോട് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെ പറയും. പുള്ളിയാണെങ്കിൽ എന്തോ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയൊക്കെ ചെയ്യും. പിന്നീട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ 2 കള്ളന്മാർ കയറി വരുന്നത്. അവന്മാർ മോഷ്ടിക്കാൻ വന്നിട്ട് എല്ലാവർക്കും നേരെ തോക്കൊക്കെ ചൂണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഭീഷണിപ്പെടുന്നതിൻ്റെ ഇടയ്ക്കാണ് കള്ളന്മാരിൽ ഒരുത്തൻ വെറോണിക്കനെ കയറി പിടിക്കുന്നതും അവളോട് മോശമായിട്ട് പെരുമാറുന്നതും. മറ്റവരാണെങ്കിൽ ഓടി വന്ന് ഇവനോട് ഗോളി ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ് അവരെല്ലാം കൂടെ അവിടുന്ന് പൈസയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഇനാൻസി ആണെങ്കിൽ അതിലൊരു കള്ളനെ വെടിവെച്ചിടുന്നത്. മറ്റേ കള്ളനാണെങ്കിൽ ഇവന് നേരെ തോക്ക് ചൂണ്ടിപ്പോഴത്തേക്കിനും ഇനാൻസി ആണെങ്കിൽ അവന് നേരെ ഒരു പേടിയും കൂടെ ചൂണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ആ കള്ളൻ അവൻ്റെ തോക്ക് താഴെ ഇടേണ്ടി വരും. കാരണം കള്ളന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെറും ഒരു ടോയ് ഗണ്ണായിരുന്നു. പിന്നീട് സാറ് വന്നാണെങ്കിൽ 2 കള്ളന്മാരും കെട്ടി അവിടെ ഇടും. പിന്നീട് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കും. കൂട്ടത്തവർ ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാമെന്നും. അന്നേരമാണ് ഇനാൻഷിയോ ആണെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നത് ഇവിടുന്ന് ആരും വെളിപ്പോകത്തില്ല. കാരണം പുറത്തുനിന്ന് ആരോ ഹെൽപ്പില്ലാതെ ഈ കള്ളന്മാർ ഇവിടുന്ന് കയറത്തില്ലെന്ന് ഉറപ്പാണെന്നും അതുപോലെ തന്നെ അകത്ത് ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും പറയും. പിന്നീട് ഇവനാണെങ്കിൽ സാറിനെ മാറ്റി നിർത്തി കള്ളന്മാരെ കണ്ടുപിടിക്കുക സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയും. അവളാനെ ഒന്ന് സമ്മതിക്കും. അന്നേരമാണ് ഇച്ചിരി ആയപ്പോഴത്തേക്കും അവിടെയുള്ള കസ്റ്റമർ ഒന്ന് സാറോട് സംസാരിക്കുന്നത് അവനൊരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞ്. പിന്നീട് ബാത്റൂമിൽ പോയിരിക്കുന്ന സാറയ്ക്കാണെങ്കിലും ഒരു സമാധാനമില്ലായിരുന്നു. അവൾക്ക് ആരെ വിശ്വസിക്കണം വിശ്വസിക്കാതിരിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു നിന്നത്. വെളിയിലിറങ്ങിയ സാറാണെങ്കിൽ മുതലാളിയോട് ഈ കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു കസ്റ്റമർ പോലീസുകാരനാണെന്ന്. അതോടുകൂടി ഇനാൻഷിയോ പിടി കിട്ടും. ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് വന്നായിരിക്കണം, അല്ലെങ്കിൽ ഇവന് ബിസിനസ് തകർക്കാൻ വന്നാണോ എന്നറിയാതെ നേരെ അങ്ങോട്ട് നിന്നിട്ട് സാറയോട് പറഞ്ഞ് ആദ്യം തന്നെ പോലീസുകാരനെ കെട്ടിയിടും. പിന്നീട് അവിടെയുള്ള അത്രയും സഭകളെ കെട്ടിയിട്ട ശേഷം ഒന്ന് അടുക്കളയ്ക്കകത്ത് ഒളിപ്പിച്ച് വെക്കും. പിന്നീട് സാറേ ഇനാൻസിയും കൂടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനാൻസി ആണെങ്കിൽ അവളോട് സംശയമുള്ള ആരെങ്കിലൂടെ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഇങ്ങനെ സംശയമൊന്നും പറയത്തില്ലായിരുന്നു. അത് ഇവരാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുകൾക്കൊക്കെ ഇവരെ പറ്റി എന്തായിരുന്നു അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും സാറാണെങ്കിൽ ഉള്ള സത്യമില്ല പറയും. ഇവൻ ഓവറായിട്ട് വർക്ക് ചെയ്യിക്കത്തോട്ട് എല്ലാവർക്കും ഇവരുടെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നത്. അതോടുകൂടി ഇനാൻസിക്ക് മനസ്സിലാവും കൂടെയുള്ള ഏതെങ്കിലും സ്റ്റാഫ് തന്നെയായിരിക്കും പണി തന്നത്. അവിടെ സ്റ്റാഫായിട്ട് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ചെഫായിട്ടുള്ള മെയിൻ പുള്ളിയായിരുന്നു. അങ്ങനെ അവനാണ് അടുക്കളയിലേക്ക് ഇവനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവന് കാര്യങ്ങൾ പിടിയിട്ടും ഇവൻ തന്നെയാണ് കള്ളന്മാരെ അകത്തോട്ട് കയറ്റിയത്. അങ്ങനെ അവരെ 2 പേരെ അവിടെ ഒരുമിച്ച് കെട്ടിയതിനു ശേഷം ഇവനാണെങ്കിൽ വെളിയിലേക്ക് പോകും. ഇതേ സമയത്ത് അവിടെ കെട്ടിയിട്ടേക്കുന്ന വിക്ടോറിയ ആണെങ്കിൽ ഭർത്താവിനോട് പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും രക്ഷപ്പെടാനായിട്ടുള്ളത്. അങ്ങനെ അവളാണെങ്കിൽ ബാത്റൂമിൽ പോകണമെന്ന് പറയും. അവളെയാണെങ്കിൽ സാറയുടെ കൂടെ ബാത്റൂമിലേക്ക് പറിച്ചു വിടും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും വിക്ടോറിയ സാറയോട് ഇച്ചിരി പ്രൈവസി വേണമെന്ന് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരും. വെളി വന്ന് കഴിയുമ്പോഴത്തേക്കും സാറ ഇനാൻഷിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവളുടെ ഉള്ളിൽ എങ്ങനെയാലും ഇവിടെ രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ശബ്ദം കേട്ടിട്ട് ഇവിടെ തിരിച്ചു വിടുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും വിക്ടോറിയ ആണെങ്കിൽ കെട്ടുകളെല്ലാം ഇടിച്ച ശേഷം ഇവിടെ തട്ടിയിട്ട് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു വിധത്തിൽ ഓടി കഥകിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഇനാൻഷിയോ ആണെങ്കിൽ തോക്കുമായിട്ട് വരും. എന്നിട്ട് ഇവിടെ വാൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവളാണെങ്കിൽ അന്ന് ശ്രദ്ധിക്കാതെ രക്ഷപ്പെടാൻ നേരത്തെ ഇവന് വേറെ വഴിയില്ലാതെ അവളെ വെടിവെച്ചിടും. ഈ ശബ്ദം കേൾക്കുന്ന അടുക്കളയ്ക്കകത്ത് ഇരിക്കുന്ന അത്രയും പേര് പേടിച്ചു തുടങ്ങും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ. അത് കഴിഞ്ഞ് തൻ്റെ ഭാര്യ മരിച്ച കാരണം ഭർത്താവാണെങ്കിൽ അവിടെ കിടന്ന് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ കൂടുതലുള്ളവരൊക്കെ ആശ്വസിപ്പിക്കും. എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ അവരോട് പറയും എങ്ങനെയാലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. പിന്നീട് സാറയാണെങ്കിൽ വിക്ടോറിയയുടെ ശവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കം തൊട്ടേ അവൾ കാശുകാരിയുടെ ഒരു അധികാരം കാണിച്ചുകൊണ്ട് ഇവൾക്ക് അവളോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇനിയാനിക്കാനെപ്പോലും ഒന്നും സംഭവിക്കാതെ പോലെ കണ്ണാടി പോയി കുറേ നേരം നോക്കിയൊക്കെ അതിന് ശേഷം പിന്നീട് സാറയോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ഇനിയാനിക്കാണെങ്കിൽ അവളോട് വിക്ടോറിയയുടെ ബോഡി മാറ്റിയിടാൻ വേണ്ടി പറയും. അവിടെ വിക്ടോറിയയുടെ ബോഡി മാറ്റിയതിനു ശേഷം ആ വിക്ടോറിയ ഇട്ടിരുന്ന ഡ്രസ്സ് കിട്ടുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വന്ന് ഇവനെ കിസ്സടി വശീകരിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം അടുക്കള കെട്ടിയിട്ടിരിക്കുന്നവരാണെങ്കിൽ എങ്ങനെയല്ല അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അവർ മാക്സിമം ട്രൈ ചെയ്തിട്ട് അവർക്കാണെങ്കിൽ ആ പ്ലാസ്റ്റർ ഒന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഇനി ഇനാനിഷാണെങ്കിൽ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉള്ളവന്മാർക്കും ബാത്റൂമിൽ പോകണമെന്ന് പറയും. പക്ഷേ ഇവനാണെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു. ഉടനെ റോബേഴ്സ് പറയും ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവനീ ചെയ്ത കൊലപാതകങ്ങളുടെ കേസെല്ലാം വെളിയിലോട്ട് പറയുമെന്ന് പറയും. നേരമാണ് ഇനായിഷ പറയുന്നത് ഈ കാര്യങ്ങൾ വെളിയിൽ പറയാതെ ഇവനെ വെളിയിൽ ഇറങ്ങാൻ സഹായിക്കാം. പകരം ആരാണ് ഇവരിങ്ങനെ അകത്തോട്ട് വിട്ടാത്ത യഥാർത്ഥ സത്യം ഇവൻ്റെ വായിൽ തന്നെ കേൾക്കണമെന്ന്. ഉടനെ ആ കള്ളനാണെങ്കിൽ സാറ പറഞ്ഞിട്ടാണ് വന്നെന്ന് പറയും.
പക്ഷേ ഇനാൻഷ്യയ്ക്കാണെങ്കിൽ സാറിന് വിശ്വാസമായിരുന്നു. അവൾക്ക് ഇത്രയും വലിയ കോൺടാക്റ്റോ അത്രയും വലിയ പവറോ ഒന്നും ഇല്ലെന്ന് ഉറപ്പായിരുന്നു. ഇവൻ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുള്ളതുകൊണ്ടും അവനാണെങ്കിൽ ആ അവശേഷിച്ച കള്ളനെയും കൂടെ കഴുത്തിൽ കത്തി വെച്ച് കൊല്ലും. കണ്ട് അന്ന് സാറയാണെങ്കിൽ മാറി നിന്ന് കുറേ നേരം ഛർദ്ദിക്കും. ഞാനിഷാണെങ്കിൽ പിന്നീട് ആ ചെഫ് ചെയ്തിട്ട് ദേഷ്യം തീർക്കാൻ പറ്റായിട്ട് അവൻ്റെ മുടിയെല്ലാം മുറിച്ച് കളയും. പിന്നീട് മുതലാളി പോയി കഴിഞ്ഞാൽ കെട്ടിയെടുക്കുന്ന 3 പേരും അങ്ങോട്ടും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരമാണ് വെറാനിക്കയുടെ ഹസ്ബൻഡാണെങ്കിൽ ഷെഫിനോട് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ളന്മാരെ കൊണ്ടുവന്നെന്നും ഇവരെല്ലാം കുടുക്കിയെന്നുള്ള കേസ്. അന്നേരം അവൻ പറയും ഇവനങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമുണ്ട്. അവനാണെങ്കിൽ ഇവരെല്ലാം ക്രൂരമായിട്ട് ഇത്രയും കാലം പിടിച്ച് വെച്ച് ഇങ്ങനെ ജോലി ചോദിച്ചുകൊണ്ടിരുന്നത്. അവൻ ഒരിക്കലും ഒതുങ്ങണമെങ്കിൽ ഇപ്പോൾ അവൻ്റെ കുറേ പൈസ പോയാലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. അന്നേരം അവന്മാർ പറയും അതുകൊണ്ട് ഇവരെല്ലാം ട്രാപ്പിലായല്ലോ എന്ന്. പിന്നീട് പോലീസുകാരനാണെങ്കിൽ അവൻ്റെ ഒരു ഐഡിയ പറയും എങ്ങനെയാണ് ഇവിടെ രക്ഷപ്പെടാനുള്ളത്. ഇവരാണെങ്കിൽ അതൊക്കെ പരീക്ഷിക്കാതെ ഓർത്ത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഇനാൻഷു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എങ്ങനെ ഈ കേസ് ദൂരാന്ന്. കാരണം തുടക്കത്തിലെ പോലീസ് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇവനെ കള്ളനെ വെടിവെച്ച കേസായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടനെ. എന്നാൽ ഹോട്ടലിലെ റെപ്യൂട്ടേഷനൊക്കെ ഓർത്ത് ഇവനാണെങ്കിൽ 3 പേരെ കൊല്ലേണ്ടി വന്നു. ഇതെല്ലാം വെളി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജയിലിലും പോകും ഹോട്ടലും പൂട്ടി പോകും ഇവന് ഉറപ്പായിരുന്നു. അങ്ങനെ മറ്റു വഴിയില്ലാതെ ഇവനാണെങ്കിൽ ആ പോലീസുകാരനെ റിലീസ് ചെയ്ത് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പോലീസുകാരനാണെങ്കിൽ ഒരു ഒറ്റ കുട്ടി സ്വഭാവമായിരുന്നു. ഇനാൻഷു രക്ഷപ്പെടാൻ ഒരുപാട് വഴി വെച്ചിട്ടും പോലീസുകാരനാകെ പറയുന്നത് വെച്ചാൽ സറണ്ടർ ചെയ്യുക മാത്രമേ വഴിയുള്ളതായിരുന്നു. അങ്ങനെ മറ്റു വഴിയില്ലാതെ ഇനാൻഷു ആണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലും. ഈ വെടിശബ്ദമാണെങ്കിൽ സാറ് കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അവളാണെങ്കിൽ കാലയിലൊക്കെ നോക്കി വിക്ടോറിയ കൊണ്ടുവന്ന് ലിഫ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഇനാൻഷു അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അവൻ്റെ തോക്ക് മേടിച്ച് കുറേ നേരം അവനെ നേരെ ചൂണ്ടിയിട്ട് പിന്നീട് അവർ തമ്മിൽ അവിടെ വെച്ച് റൊമാൻറ്റിക്കായിട്ട് ബന്ധപ്പെടും. അതെല്ലാം കഴിഞ്ഞ് ഇനാൻഷു ആണെങ്കിൽ വിക്ടോറിയയുടെ ഭർത്താവായിട്ടുള്ള മാർഗനെ കൊണ്ടുവന്ന് കെട്ടിയിടും. ഇതേ സമയം സാറ ബാത്റൂമിൽ പോയിക്കുമായിരുന്നു. അവൾ തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഇനാൻഷു ആണെങ്കിൽ ഇവളുടെ കയ്യിലേക്ക് തോക്ക് കൊടുത്തിട്ട് അവനെ വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളാണെങ്കിൽ ആദ്യം അവൻ്റെ നേരെ തോക്ക് ചൂണ്ടും. പക്ഷെ അവനാണെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ഈ ദയനീയ അവസ്ഥ കാണുന്ന സാറയ്ക്കാണെങ്കിൽ അവനോട് സഹാവുന്നതുകൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ ഇനാൻഷോ വീണ്ടും പിന്നെ നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ ഇനാൻഷോയ്ക്ക് നേരെ തോക്ക് ചൂട്ടും. ഇത് കാണാതെ അവനാണെങ്കിൽ ഞെട്ടിപ്പോവും. അവളും കൂടെ ചതിച്ചല്ലോ എന്ന് ഓർക്കും. പക്ഷെ ആദ്യമാണെങ്കിൽ ഇവളിതൊക്കെ ചെയ്യുന്നത് പേടിച്ചിട്ടാണല്ലോ ഓർത്തിരിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് കയറി അതിൻ്റെ കാച്ച് വലിക്കുന്നത്. അതോടുകൂടി ഇനാൻഷോയ്ക്ക് ദേഷ്യമാവും. ആ തോക്ക് ഓൾറെഡി ഒരു ലോഡല്ലാതെ ഇരുന്നുകൊണ്ടാണ് അവളൊന്നും പറ്റാതിരുന്നത്. അവനാണെങ്കിൽ ആ തോക്ക് അവളുടെ നിന്ന് മേടിച്ചിട്ട് അപ്പം തന്നെ വിക്ടോറിയയുടെ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലും. അത് കഴിയുമ്പോഴത്തേക്കും ഇവൾ ചതിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഇവളെ അവിടെ ഇട്ട് കുറേ നേരം ഇടിച്ചിട്ട് കത്തി കൊണ്ട് കുത്തും. പിന്നീട് ഇവൻ സാറിനെ കുത്തി അതേ കത്തി വൈകിട്ട് ആ മെയിൻ ചെഫിനെ കൊല്ലാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകും. അതാണെങ്കിൽ മെയിൻ ചെഫാണെങ്കിൽ അവൻ്റെ കൈയും കാലും കെട്ടയച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞുള്ള സംഭവമാണ്. അന്നേരം സാറയ്ക്ക് ബോധമില്ലാതെ കിടക്കുന്നിടത്തേക്ക് മെയിൻ ചെഫ് വന്ന് അവളെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സാറാണെങ്കിൽ പതിയെ കണ്ണ് തുറക്കും. അവളാണെങ്കിൽ മരിച്ചിട്ടില്ലായിരുന്നു. അവൾ കണ്ണ് തുറന്ന് പറഞ്ഞ മെയിൻ ചെഫാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോകും. അന്നേരമാണ് ഇവൾക്ക് പിടി കിട്ടുന്നത് അവനാണെങ്കിൽ ഓണറായിട്ടുള്ള ഇനാൻഷുവിനെ കൊന്നിട്ടുണ്ടെന്നുള്ള സത്യം. ഇവൾ പിന്നീട് പോകുന്നത് ഇനാൻഷുവിനെ കാണാനാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇനാൻഷു ചത്ത് കിടക്കുമായിരുന്നു. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് കുറേ നേരം കിടക്കും. പിന്നീട് ഇവൾ അവിടെ ഇരിക്കുന്ന കറിക്കത്തി എടുത്തിട്ട് അവനെ ക്രൂരമായിട്ട് വെട്ടി മുറിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് സിനിമ അവസാനിക്കാൻ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ഇവൾ നഗ്നയായിട്ട് നിന്നുകൊണ്ട് അവൻ്റെ ആ ശരീരം വീണ്ടും പിന്നെ കീറി മറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതോടുകൂടി സിനിമ അവിടെ അവസാനിക്കും.